നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൗൺ ഹാളിൽ വലിയൊരു തോതിലുള്ളൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ മൃതദേഹം എത്തിക്കുമ്പോൾ എന്ന സമയത്ത് ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നുവെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞതോടുകൂടി ടൗൺ ഹാളിലേക്ക് നിരവധി ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പെരുമഴയായിരുന്നു പലപ്പോഴും പെയ്തിരുന്നത്. പക്ഷേ ആ മഴയൊന്നും തന്നെ വകവയ്ക്കാതെ വലിയൊരു ജനസഞ്ചയം ആ മേഖലയിലേക്ക് കുടയെല്ലാം ചൂടി റോഡിലേക്ക് വരെ, ഒരുപക്ഷെ നഗരസഭ കവാടത്തിന്റെ സമയത്ത് റോഡിലേക്ക് വരെ, ടൗൺ ഹാളിന്റെ സമയത്ത് റോഡിലേക്ക് വരെ ആ ഒരു നിര നീളുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും അത് 1 മണി വരെ അവിടെ പൊതുദർശനം എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്, അങ്ങനെയായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ സോഹൻ സീനുലാൽ അടക്കമുള്ള, കുക്കു പരമേശ്വരൻ അടക്കമുള്ള, രമേശ് അദ്ദേഹം അടക്കം അമ്മയുടെ ഭാവങ്ങൾ പിന്നീട് അവിടെ എത്തുന്ന അവസാന ആൾക്കും കാണാൻ കഴിയുന്നത് വരെ ഇത്തരത്തിൽ തുടരാം, അവിടെ പൊതുദർശനം തുടരണമെന്ന ഒരു അങ്ങനെ ആളുകളുടെ വലിയ തോതിൽ ആളുകൾ എത്തിയതുകൊണ്ടാണ് പൊതുദർശനം നീണ്ടുപോയത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പറവൂർ ചിറ്റാറ്റുകരയിലെ വീട്ടിലെത്തിച്ചത്. അവിടെ ഒരു ഭാഗത്ത് സംസ്കാര ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ അത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ, അവസാന നോക്ക് കാണാൻ നാട്ടുകാരായ ആളുകൾ അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. പ്രവിത ലക്ഷ്മി കൂടി ചേരുകയാണ്. പ്രവിത, ലാഫിംഗ് വില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വീടിന്റെ പേര്. അത് അദ്ദേഹത്തിന് മറ്റൊരു പേര് ആ വീടിന് കൊടുക്കാൻ പറ്റില്ല. ചിരി മാത്രമാണ്, ചിരിയാണ്. സലീം കുമാർ എന്ന് വെച്ചാൽ ഒരു ചിരിക്കാലമാണ്. ഒരിക്കലും മായാത്ത ചിരിയായി മാത്രമേ അദ്ദേഹം എല്ലാവരെയും കണ്ടിട്ടുള്ളൂ. ആ വീട്ടിലേക്ക് അദ്ദേഹം അവസാനമായി എത്തിയിരിക്കുകയാണ്. തീർച്ചയായും തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സലീം കുമാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം അഭിനയിച്ച നിരവധി കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങളാകട്ടെ വെറുതെ ചിരിപ്പിക്കുക മാത്രമല്ല, പലപ്പോഴും നമ്മളെ ഏറെ ചിന്തിപ്പിക്കുക കൂടി ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള നിരവധി കഥാപാത്രങ്ങൾ, അതിപ്പോൾ കോമഡി കഥാപാത്രങ്ങൾ എന്നതിനപ്പുറം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള വളരെ സീരിയസ് ആയ കഥാപാത്രങ്ങളിലൂടെയൊക്കെ മലയാളികളുടെ മനസ്സിൽ ഇനിയും അദ്ദേഹം ജീവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ജനാവലിയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്തേക്ക്, വീടിനകത്ത് ആദ്യം കുടുംബാംഗങ്ങൾക്കായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അകത്തേക്ക് കയറ്റിയിരുന്നു. അതിനുശേഷം പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. അവിടെ ആളുകളെ നിയന്ത്രിക്കാൻ ഏറെ പണിപ്പെടുന്നുണ്ടായിരുന്നു അവിടെ നിന്നിരുന്ന ആളുകൾ. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തെ അനുഗമിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ ആന്റോ ജോസഫ്, നടൻ ടിനി ടോം, അതോടൊപ്പം തന്നെ ഹൈബീഡൻ MP, അതോടൊപ്പം നടൻ ദിലീപ് തുടങ്ങി ഒരുപാട് പേർ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ ഇവിടേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തെ അനുഗമിച്ചെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഏറെക്കാലം ഈ പറവൂരിൽ ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹം ജനിച്ചു വളർന്നുമൊക്കെ ഈ പറവൂരുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഈ വിയോഗം എന്ന് പറയുന്നത് സങ്കടം ഉള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇവിടേക്ക് വലിയ രീതിയിൽ ആളുകളുടെ ഒഴുക്കാണ്. പ്രത്യേകിച്ച് മഴക്കാലമാണ്, കാലവർഷം ശക്തി പ്രാപിക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും അതൊക്കെ അവഗണിച്ചുകൊണ്ട് ഇത്രയധികം ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളത് അദ്ദേഹത്തോടുള്ള ആ സ്നേഹം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അല്പസമയത്തിനുള്ളിൽ തന്നെ അവസാന കർമ്മങ്ങൾക്കായി എടുക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിന് അവസാനമായി തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് സല്യൂട്ട് ഉണ്ടാകും. പക്ഷേ അതിനുശേഷം ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയായിരിക്കും. ആഗ്രഹമുണ്ടായിരുന്നു തന്റെ സംസ്കാര ചടങ്ങിൽ മതപരമായ യാതൊരു ചടങ്ങുകളും ഉൾപ്പെടുത്താൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ അതനുസരിച്ചാണ് ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ കാണാനായി ഇവിടെ ആളുകളുടെ ഒഴുക്കാണ്. ഇപ്പോൾ സമയം 2:39 ആയിട്ടുണ്ട്. 3:30യോടെയാണ് ഈ സംസ്കാര ചടങ്ങുകൾ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ചിരി മൗനമായി മാറിയ ഈ ലാഫിംഗ് വില്ലയിൽ അദ്ദേഹത്തെ ഇനി കാണാനാകില്ല എന്നുള്ളത് അദ്ദേഹത്തിനെ ഏറെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ച്, സുഹൃത്തുക്കളെ സംബന്ധിച്ചൊക്കെ ഏറെ വേദന നൽകുന്ന കാര്യമാണ്. അദ്ദേഹം ഏറെ നാളായി അസുഖബാധിതനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സിനിമയിൽ ഏറെ സജീവമാകാൻ ഈ അടുത്ത നാളുകളിലൊന്നും കഴിഞ്ഞിരുന്നില്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എപ്പോഴും തുറന്നു പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന ആളായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി VD സതീശൻ അധികാരത്തിലേറുന്ന ആ സമയത്ത് പോലും അദ്ദേഹം ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടിക്കൊക്കെ എത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. അന്നും അനാരോഗ്യം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. എന്നിട്ട് പോലും ആ പരിപാടിക്കൊക്കെ എത്തിയിരുന്നത് അദ്ദേഹം അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരനാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മറ്റൊന്ന്, രമേശ് പിഷാരടി പാലക്കാട് മത്സരിച്ച സമയത്തും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ സലീം കുമാർ നൽകിയിരുന്നു. അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ കോൺഗ്രസ്സുകാരനായിട്ടാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ അദ്ദേഹത്തിന് ഒരിടത്തും മടിയുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയ
രാഷ്ട്രീയം അദ്ദേഹം എല്ലായിടത്തും പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ തന്നെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ സിനിമ പറയുകയാണെങ്കിൽ തന്നെ അതിൽ തന്നെ ഏറെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ്. അദ്ദേഹം മിമിക്രി കലയിലൂടെയാണ് ഈ കലാരംഗത്തേക്ക് കടന്നു വരുന്നത്. പണ്ടൊക്കെ മിമിക്രിക്കാർക്ക് പുച്ഛം മാത്രമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് ആ മിമിക്രി കലാകാരനിലൂടെ തന്റെ കലാജീവിതം ആരംഭിച്ച അദ്ദേഹം ദേശീയ അവാർഡ് ലഭിക്കുന്ന ആ സ്ഥാനത്ത് വരെ എത്തി. രാഷ്ട്രപതിയിൽ നിന്ന് നേരിട്ട് ദേശീയ അവാർഡ് സ്വീകരിക്കുന്ന തരത്തിലേക്ക് വരെ ഉയർന്നു. പറവൂരുകാരനായ അദ്ദേഹം ആ ഒരു വലിയ നിലയിലേക്ക് ഉയരുമ്പോഴും അദ്ദേഹം എപ്പോഴും സാധാരണ മനുഷ്യനായി നിലകൊള്ളാൻ ശ്രമിച്ചിരുന്നു. 2018 പ്രളയം ഇതിപ്പോൾ നമ്മൾ പലതവണ പറഞ്ഞതാണ്. പക്ഷേ ഓരോ തവണയും ഈ മാനം കറുത്തിരിക്കുമ്പോൾ ആ 2018 പ്രളയമാണ് ഓരോ മലയാളിയും ഓർക്കുക. അന്ന് ഈ നാട്ടുകാർക്കൊക്കെ അഭയം നൽകിയിരുന്നൊരു വീട് കൂടിയാണ് ഈ ലാഫിംഗ് വില്ല. അവിടേക്കാണ് വീണ്ടും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ തിരക്ക് നിയന്ത്രിക്കാനാകാത്ത രീതിയിൽ വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3:30 തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോൾ സംശയമുള്ള കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.